ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അങ്ങനെ ഞാൻ ഹൈപിക്സലിൽ കയറിയിരിക്കുകയാണ്. സോറി ഗൈസ്, ഡോണറ്റ് എസ് ബി കയറിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് സന്തോഷമായി ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എനിക്ക് ഡോണറ്റ് എസ് ബി കളിക്കാൻ പറ്റി. ഞാൻ ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല ഗൈസ്. സോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട് ഡോണറ്റ് എസ് ബി കളിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് അക്കൗണ്ട് കിട്ടി. ബട്ട് എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കളിക്കും ഇരിക്കുന്നു അറിഞ്ഞുകൂടെ ഈ ഡോട്ട് എസ്എബിനെ പറ്റിയിട്ട്. എനിക്ക് മൈൻക്രാഫ്റ്റ് പ്രീമിയം അക്കൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഗൈസ് കിട്ടിയത്. എന്തായാലും കിട്ടി, സന്തോഷം ഗൈസ്. ഇനി നമുക്ക് നേരെ കളിക്കാൻ നേരത്തെ എനിക്ക് ആദ്യമേ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടിയായിരുന്നു. ഞാൻ നേരെ അതങ്ങ് ഇട്ട് ധരിച്ച് വെച്ച് ഒരു ഹെൽമെറ്റും ഒരു ഉടുപ്പും ഒരു തൊപ്പിയും ഉടുപ്പും പിന്നെ പാൻറ്റും പിന്നെ ചെരുപ്പൊക്കെ കിട്ടിയായിരുന്നു. നമ്മളത് നേരെയൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറാം. RTP സോൺ യൂറോപ്പ് 22 സെക്കൻഡ്. ഹായ് ബ്രോ നമുക്കൊന്ന് മെസ്സേജ് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് ഗൈസ്, RTP സോണാണ്. ലോഗി രാഹുൽ. അവന്മാർ പോയി, എന്നെ ചതിച്ചു ഗൈസ്. എൻ്റെ പോയി. നമുക്ക് RTP അടിക്കാം ഗൈസ്. RTP എൻ്റെ പേരെന്തോന്നും എനിക്ക് പോലും അറിയത്തില്ല. എന്തെങ്ങനെയോ കിട്ടി ഗൈസ്, അതാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ RTP അടിച്ചിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ടെലിപ്പോർട്ടാവും. ടെലിപ്പോർട്ടായി ഗൈസ്. അങ്ങനെ നമ്മുടെ കഷ്ടപ്പെട്ട് രാത്രിയാണ് ഗൈസ്. പെട്ട് ഗൈസ്, രാത്രിയാണ്. ഞാൻ ഏതോ ഒരു സ്പോർട്സിലാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, പെട്ടെന്നെ കാണുക. എനിക്കൊരു ബേസ് സെറ്റാക്കണം ഗൈസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് TP ചെയ്യുക. എൻ്റെ പേരെന്താണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. പേരെങ്ങനെ കാണുന്നതെന്ന് പോലും എൻ്റെ അടുത്ത് ചോദിക്കരുത്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നമുക്ക് RTP അടിക്കാം. RTP വേൾഡ് ഇങ്ങോട്ടേക്ക് അടിക്കാം അല്ലേ. എനിക്കൊരു നല്ല പ്ലെയിൻസ് ഭയം കിട്ടണം. നമുക്ക് അതുവരെ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കാം. ഓക്കെ, പ്ലെയിൻസ് ഭയം കിട്ടി. നല്ല പ്ലെയിൻസ് ഭയം ഞാൻ കേട്ടിട്ടുള്ളൂ. നമുക്ക് ആദ്യമേ എന്തായാലും സെർവർ കളിക്കാം. അങ്ങനെ നമുക്ക് ആദ്യമേ നമ്മുടെ സ്വന്തം വുഡ് പൊട്ടിച്ചു തുടങ്ങാം ഗായ്സ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വുഡ് പൊട്ടിച്ചിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ പോലെ ഗായ്സ്, നിങ്ങളിത് കാണിക്കുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ വുഡ് ഗായ്സ്. നമ്മുടെ ആദ്യത്തെ വുഡ് എന്തായാലും സെല്ല് ചെയ്യും ഞാൻ കുറേ രൂപയ്ക്ക്. എൻ്റെ ആദ്യത്തെ വുഡ് എന്ത് ചെയ്യും? അതാണ്ട് ഇവിടെ ഇരിക്കും, ഇതിവിടെ ഇരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ ആദ്യത്തെ വുഡാണ് ഗൈസ്. ഇത് ഞാൻ നല്ലോണക്ക് തന്നെ സെല്ല് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേരെങ്ങനെ കാണാൻ പറ്റും അതൊന്നും എനിക്ക് തോന്നുന്നു. മറ്റേ ആക്ഷൻ ഹൗസിൽ പോയിട്ട് സെൽ ഐറ്റം ചെയ്യാൻ പറ്റും. യുവർ ഇൻവെൻട്രി നെക്സ്റ്റ് സെല്ല് നമുക്കിതൊന്ന് സെല്ല് ചെയ്യാം ഗൈസ്. ഇതങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. യുവർ ഐറ്റം സെൽ ഐറ്റം ക്യാൻസൽ കൺഫേം ഇൻസേർട്ട് ഐറ്റം. ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക കൺഫേം. എത്ര പ്രൈസ്? നമുക്കൊരു 100 രൂപയ്ക്ക് ഇത് വിൽക്കുകയാണ് ഗൈസ്. നമ്മുടെ ഒരു തടി 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. കൺഫേം ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരു തടി 100 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ഇനി ആർക്കൊക്കെ വേണമോ അതൊക്കെ അവരൊന്ന് എടുക്കുക. എന്തായാലും നമുക്കിനി ഞാൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കളിക്കുന്നതെന്നൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എനിക്ക് ഭയങ്കര കൊതിയാണ്. ഇവിടെ നൈസിനൊരു കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഇതെങ്ങാണ്ട് കിട്ടുമല്ലേ, ചെസ്റ്റ് എങ്ങാണ്ട് എടുക്കണം അല്ലേ, വൃത്തിയായിട്ടൊന്നും അറിയത്തില്ല. ചെസ്റ്റ് എടുത്തതിന് ശേഷം ഇതാരാ? ഹായ് പട്ടിക്കുട്ടി. ഹലോ, ഹേ ബ്രോ, പട്ടിക്കുട്ടി ബ്രോ. നമുക്ക് നേരെ
ഓർഡേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. അതാണ്ട ഒരു ചെസ്റ്റിന് 15 സെല്ലിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് 100 രൂപ ആരാണ്ടത് വാങ്ങിച്ചു ഗൈസ്. നമുക്ക് 100 രൂപ കിട്ടി ഗൈസ്, ജസ്റ്റ് ഒരു ഇത് ചെയ്തതിന്. ഇനി നമുക്ക് നേരെ കയറി ഇതങ്ങോട്ട് സ്റ്റിക്ക് വാങ്ങിക്കുക, ഒരു പിക്കാസ് ഉണ്ടാക്കുക. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ ബിസിനസ് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സാണ് JMB ബിസിനസ്. ആ പേരൊക്കെ കൊള്ളത്തില്ല. നിങ്ങളാരെങ്കിലും എനിക്ക് പ്രീമിയം അക്കൗണ്ട് തരാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പ്രീമിയം അക്കൗണ്ട് തരിക. മടിച്ചേക്കേണ്ട ആവശ്യമില്ല ഗൈസ്, നിങ്ങളിപ്പം തന്നെ നിങ്ങൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെറ്റല്ലേ. ഇനി നമുക്ക് നേരെ കളിച്ചുകൊണ്ടിരിക്കുക. സോ നമുക്ക് നേരെ ഇത് ഇങ്ങനെ വുഡ് നമുക്കിനി കോബിൾ സ്റ്റോൺ വിറ്റ് നോക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യത്തെ വുഡ് ഞാൻ വിറ്റിട്ടുണ്ട്. ഇനി അടുത്ത വുഡ് ഞാൻ ബാക്കിയുള്ള വുഡുകളെല്ലാം മറിച്ച് വിൽക്കുന്നതായിരിക്കും. അതും ഇരട്ടി വിലയ്ക്ക് തന്നെ വിൽക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ വുഡില്ല ഗൈസ്. 60 രൂപയ്ക്കാണ് വെറുത്തായിട്ടുള്ളത്, 60 രൂപ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നേരെ 60 രൂപയ്ക്ക് പകരം നമുക്ക് ഇഷ്ടംപോലെ രൂപയ്ക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടത് ഗൈസ്. സോ എന്തായാലും ഞാൻ ആദ്യമായിട്ടല്ലേ കളിക്കുന്നത് ഗൈസ്, എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്നെ എല്ലാം സഹായിക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എനിക്കിതിൻ്റെ മ്യൂസിക്കൊന്നും കേൾക്കുന്നില്ല ഗൈസ്. നമുക്ക് ആ മ്യൂസിക്കൊക്കെ ഒന്ന് കൂട്ടി വെച്ചേക്കാം. കേൾക്കുന്നു വെയിറ്റ് ഗൈസ്. മ്യൂസിക് ഓഫാണ് ഗൈസ്. ഓക്കെ ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ കേൾക്കാം. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൽ നിന്ന് ഒരു ഇത്രയും വുഡ് അങ്ങോട്ട് ഇങ്ങനെ കോബിൾ സ്റ്റോൺ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, ഒരു കോബിൾ സ്റ്റോൺ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. നമ്മളെന്തായാലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ, വേണ്ട. ഇത് ഇങ്ങനെ കോബിൾ സ്റ്റോൺസ് വെക്കുക, എന്നിട്ട് AH പോവുക. AHനകത്ത് യുവർ ഐറ്റംസിൽ പോവുക, സെൽ ഐറ്റംസിൽ പോവുക, ഒരെണ്ണം കൊണ്ട് ഇതിനകത്ത് വെക്കുക. 3 രൂപയുടെ വെർത്തായിട്ടുള്ള സാധനമാണ്. നമ്മളത് 1000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നതായിരിക്കും. സോ 1000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള സാധനമാക്കി. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നല്ലേ തന്നെ. ഓക്കെ നമുക്ക് അടുത്ത ഐറ്റം വിൽക്കുന്നു. 1K ഗൈസ്, 1Kക്കാണ് സംഭവം വിറ്റേക്കുന്നത്. ഒരു ഇതിൻ്റെ പ്രൈസാണ് ഗൈസ്, ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 1K ഗൈസ്. എങ്ങനെയുണ്ട് ഇത് തന്നെ? നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം അല്ലേ ഗൈസ്. എന്തായാലും നമുക്ക് 100. എനിക്ക് അറിയാവുന്നതിൽ ഇതിനകത്ത് എല്ലാ സാധനവും വിൽക്കാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടത്. ഈ ഡോണറ്റ് അസംബ്ലിയിൽ എല്ലാ സാധനവും വിൽക്കാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ കേട്ടത്. നമുക്കിനി ഒരു 10 രൂപയ്ക്കെങ്കിലും ആരെങ്കിലും വാങ്ങിക്കട്ടെ ഗൈസ്. ഓക്കെ 10 രൂപ കോബിൾ സ്റ്റോൺ ആണ് ഗൈസ്. മിക്കവാറും കോബിൾ സ്റ്റോൺ എല്ലാവർക്കും കിട്ടുന്നത് കൊണ്ട് ആരും അങ്ങനെ വാങ്ങിക്കാൻ ചാൻസസ് ഇല്ല. നമുക്ക് നേരെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോബിൾ സ്റ്റോൺ വാങ്ങിച്ചത്. നമുക്ക് നേരെ പൊട്ടിക്കാം. കോബിൾ സ്റ്റോൺ പൊട്ടിച്ചിട്ട് നമുക്ക് മാക്സിമം ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതെങ്ങനെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് മാക്സിമം എസ്കേപ്പ് എന്തായാലും ഫസ്റ്റ് പ്ലേ അല്ലേ ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഒരു ഇത് മൃഗങ്ങളെയൊക്കെ കൊല്ലണം. മറ്റേ ഷീപ്പ് ആ സാധനത്തെ തന്നെ ഷീപ്പിനെ കൊല്ലണം. ഷീപ്പ് നമുക്ക് നേരെ എന്തുണ്ടാക്കണം? ആദ്യമേ ഒരു പിക്കാസ് ഉണ്ടാക്കണം, പിന്നെ സ്റ്റിക്ക് ഉണ്ടാക്കണം, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കണം. നമ്മുടെ ഒരു സാധനവും വിറ്റിട്ടില്ല ഗൈസ്, അത് വിൽക്കുന്നവരെ കാത്തിക്കാം. വിറ്റ് ഗൈസ്. 10 രൂപയുടെ കോബിൾ സ്റ്റോൺ ആരാണ്ട് വാങ്ങിച്ചു ഗൈസ്. 10 രൂപയുടെ എൻ്റെ കോബിൾ സ്റ്റോൺ ആരാണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഓർഡറാണോ ചെയ്തതെന്നൊരു ഡൗട്ടില്ലേക്കില്ല. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കാം. നമുക്കൊരു ബെഡ് വേണം.
AH ബെഡ് നമുക്ക് നോക്കാം ഗൈസ്. ഒരു ബെഡിന് എത്ര രൂപ? 45 രൂപയുടെ ബെഡാണ് കണ്ടിരിക്കുന്നത്. സോ നമുക്ക് യു ഡോണ്ട് ഹാവ് ഇനഫ് മണിയോ? 45 രൂപയുടെ സാധനത്തിനോ? എന്താണ് ഗൈസ്? AH ബെഡ് നമുക്ക് നോക്കാം. എന്താണ് ഗൈസ്? എന്താണ് ഗൈസ് കാരണം? ലോവസ്റ്റ് പ്രൈസ് 45 രൂപയല്ലേ ഉള്ളൂ ഗൈസ്. നമുക്ക് AH വൂള് നോക്കാം. വൂളിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്. ഓക്കെ, ഷീപ്പ് വൂള് AH WHOOL വൂൾ ഇങ്ങനല്ലേ? WOOLHL അല്ല, LH എന്ത് വരുന്നു? വൂൾ എന്ത് വരുന്നു ഗൈസ്? അതിൻ്റെ സ്പെല്ലിങ് ഞാൻ നേരെ ഗൂഗിളിൽ പോയിട്ട് വരാം. ഇത് എന്താണ് ഗൈസ്? വൂൾ എങ്ങനെ? എച്ച് ഒന്നും ഇല്ലേ? ഓക്കെ ഗൈസ്, എച്ച് ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ വൂള് ഡൺ. വൂള് വേണ്ട, ഇഷ്ടം പോലെ. ഇത്രയും ഉപയോഗിക്കല്ലോ ഗൈസ്. നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. 100 രൂപയുടെ കുബിൾസ്റ്റോൺ ആരാണ്ട് വാങ്ങിച്ചു ഗൈസ്. എന്തായാലും 100 രൂപയുടെ ഒരു കുബിൾസ്റ്റോൺ ആരാണ്ട് വാങ്ങിച്ചു. നമുക്കെന്തായാലും വൂള് നേരെ തപ്പിക്കറക്കി പോവാം. എങ്കിലും ഇതൊക്കെ കേടോ സാധനമാണെന്ന് പറയുമ്പോഴാണ്. നമുക്ക് കുബിൾസ്റ്റോൺ, ഡീസ്ലൈറ്റ് കുബിൾസ്റ്റോൺ ഒക്കെ എടുക്കാം. അത് നമുക്ക് വിൽക്കാം. എന്തോത്തിനൊന്നും അറിയണ്ട, നമുക്ക് ജസ്റ്റ് വിൽക്കാം. നമുക്ക് പൈസ കിട്ടുമെങ്കിൽ പൈസ കിട്ടട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് കുബിൾഡ് ഡീപ്പ് സ്ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വിൽക്കാം. 100 രൂപയ്ക്ക് എല്ലാവരും വിൽക്കുമായിരിക്കും. അതാണ് AH ഡീപ്പ് സ്ലൈറ്റ് 5K. നമുക്ക് 5 ഒരു സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ 5Kക്ക് ഒരു സ്റ്റാക്ക് കിട്ടും. നമുക്കതങ്ങ് വാങ്ങിച്ചാലോ? ഞാൻ വാങ്ങിച്ചു 6K, 5Kക്ക് 10K. അപ്പോൾ നമുക്ക് ഈ 9 തന്നെ എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം? AH നമുക്ക് നോക്കാം, എന്നിട്ട് സെല്ല് ചെയ്യാം. AHൽ ഇതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊരു 1Kക്ക് വയ്ക്കാം. 1K. അടുത്തത് AH സെല്ല് നമുക്കടുത്ത ഒരു 100 രൂപയ്ക്ക് വയ്ക്കാം. 100 രൂപ ഒരു പോട്ടെ, ഒരു 500 രൂപയ്ക്ക് വയ്ക്കാം. അടുത്തത് സേവ്. അടുത്തത് AH നമുക്കിനി അതൊരു 500 രൂപയ്ക്ക് തന്നെ വീണ്ടും വയ്ക്കാം. ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ നമുക്ക് നേരെ അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാം. സോ വൂളിൻ്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്യാവശ്യം. എനിക്കിപ്പോൾ ഒരു ബെഡ് വേണം. ഒരു ബെഡ് എവിടെ നിന്ന് കിട്ടുന്നു? ഒരു ബെഡ് എനിക്ക് വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഫ്രീ ആയിട്ട് വല്ല ആർമർ കിട്ടുമോ ഗൈസ്? കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും കോള് വിറ്റാലോ? നമുക്കെല്ലാം വിറ്റാം, എല്ലാം മറിച്ച് വിൽക്കുക. അതാണ് നമ്മുടെ അത്യാവശ്യം. അപ്പോൾ നമുക്ക് മറിച്ച് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? നമുക്ക് എന്തായാലും കുറച്ച് രൂപയ്ക്കൊക്കെ അവർക്ക് വിറ്റ് കൊടുക്കും. ഓക്കെ, കോള് പൊട്ടിക്കുന്നു. കോള് പൊട്ടിക്കുന്നു. എന്തായാലും എനിക്കിതിനെ പറ്റിയിട്ട് ഡോണറ്റസബിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് മറ്റേ ഒരു ടോർച്ച് ഉണ്ടാക്കാം.
അയ്യോ അയ്യോ ഗൈസ് ഗൈസ് എന്ത് കഷ്ടമാണ് ഗൈസ്, ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. ബാക്ക് വല്ലതും ഉണ്ടോ BSc ഗൈസ്? എൻ്റെ എല്ലാം പോയി ഗൈസ്, എൻ്റെ അധ്വാനം എല്ലാം മൊത്തം പോയി ഗൈസ്, എൻ്റെ എല്ലാ അധ്വാനം എല്ലാം പോയി. നമുക്കൊരു ഹോം എന്തായാലും സെറ്റ് ചെയ്യണം. നമുക്കിവിടെ ആയിട്ട് /home സെറ്റ് ചെയ്യാം. /home സെറ്റ് ഹോം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സെറ്റ് ഹോം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടിക്കുക, തൊട്ടിരുന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത ആൾ ഓപ്ഷനിലേക്ക് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ഇടണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഗൈസ്. സോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ